ഹായ് വെൽക്കം ടു മാസ്റ്റർ ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് BCS 138 കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റുള്ള 4 ചാപ്റ്റേഴ്സാണ്. യൂണിറ്റ് 16, 17, 18, 19. യൂണിറ്റ് 16 ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്. ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് സിമിലർലി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ നമ്മുടെ 134 കഴിഞ്ഞ ഫസ്റ്റ് ഇയറിൽ ഉണ്ടായിട്ടുള്ള 134ൻ്റെ സെയിം പാറ്റേൺ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. 3 ക്വസ്റ്റ്യൻസ് മാൻഡറ്ററിയും ബാക്കി ഒരു 5 ക്വസ്റ്റ്യൻ തന്നിട്ടായിരുന്നു. ഏതെങ്കിലും പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആയിരിക്കും 5 ക്വസ്റ്റ്യൻസ്. അതിൽ ഏതെങ്കിലും 3 അറ്റൻഡ് ചെയ്യാനാണ് പറയുക. അപ്പം അതായത് തീർച്ചയായിട്ടും പ്രോബ്ലം പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇക്വേഷൻസ് വെച്ചിട്ട് ഓരോന്ന് പഠിക്കുക. 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പം സിമിലർ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വന്നിട്ടുള്ളത്. അപ്പം അത് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ യൂണിറ്റ് 16 ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആൻഡ് ബൈ പ്രൊഡക്ട്സ്. ജോയിൻറ്റ് പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ റോ മെറ്റീരിയൽ തന്നെ ഒന്നോ അതിലധികമോ രണ്ടോ അതിലധികം കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിനെയാണ് ജോയിൻറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. സെയിം മെറ്റീരിയൽ ആയിരിക്കും, പക്ഷെ അതിൽ നിന്ന് രണ്ടോ അതിൽ കൂടുതലോ പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കുന്നതാണ് ജോയിൻറ്റ് പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഒരേ ഈക്വൽ വാല്യൂം ഇമ്പോർട്ടൻസും അതിന് ആ പ്രൊഡക്ട്സുകൾക്ക് എന്തുണ്ടാകും, ഈക്വൽ വാല്യൂം ഇമ്പോർട്ടൻസും ഉണ്ടാകും. ഒരേ ടൈമിൽ തന്നെയായിരിക്കും ഇത് എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. പക്ഷെ അതിന് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും അതിനെ വിൽക്കുക. ആഫ്റ്റർ ഫർദർ പ്രോസസ്സിങ് ഓർ അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ എന്ത് ചെയ്യും, അതിനെ സെപ്പറേറ്റ് ആയിട്ട് വിൽക്കും. എക്സാമ്പിൾ നമ്മൾ ഓയിൽ റിഫൈനർ പ്രോസസ്സിൽ പെട്രോൾ, ഡീസൽ ഇതൊക്കെ ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആണ്. പക്ഷേ ഇതൊക്കെ എവിടെ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞ സെയിം മെറ്റീരിയലിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമ്മളെന്ത് പറയും, ജോയിൻറ്റ് പ്രൊഡക്റ്റ് എന്ന് പറയും. ഇനി ബൈ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻഷനലി ഇതിന് സെക്കൻഡറി പ്രൊഡക്ട്സ് എന്ന് പറയും. ഇൻറ്റൻഷനലി ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ മെയിൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ നിന്ന് വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടായി വരുന്നതാണ്. അത് ഇൻസിഡൻ്റലി ഉണ്ടാവുന്നതാണ്, അല്ലാതെ ആ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്ന് കരുതി ഉണ്ടാവുന്നതല്ല. നമ്മളൊരു മെയിൻ പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പം അതിൻ്റെ കൂടെ വരുന്ന അതിൻ്റെ കൂടെ ഉണ്ടാവുന്നൊരു പ്രൊഡക്റ്റാണ്, അതിനാണ് ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതിന് ജോയിൻറ്റ് പ്രൊഡക്റ്റിനേക്കാൾ അല്ലെങ്കിൽ മെയിൻ പ്രൊഡക്റ്റിനേക്കാൾ കമ്പാരിറ്റീവ്ലി ലോവർ വാല്യൂ ആയിരിക്കും. അതിൻ്റെ സെല്ലിംഗ് വാല്യൂയും കുറവായിരിക്കും. അത് ചെറിയ സെയിൽ വാല്യൂ മെയിൻ പ്രൊഡക്റ്റിനേക്കാൾ കുറവായിരിക്കും. എക്സാമ്പിൾ ഷുഗർ പ്രൊഡക്ഷനിൽ മൊളാസസ് ഈസ് എ ബൈ പ്രൊഡക്റ്റ്. മൊളാസസ് ആണ് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ്. ഷുഗർ ഉണ്ടാക്കുന്ന സമയത്ത് മൊളാസസ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരും. മൊളാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കര, നമ്മൾ വെല്ലം, ശർക്കരയൊക്കെ അത് നമ്മൾ ഷുഗർ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഉണ്ടായി വരുന്ന സാധനമാണ്. അപ്പം അതിന് കമ്പാരിറ്റീവ് ഷുഗറിനേക്കാൾ കുറവായിരിക്കും വാല്യൂ. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നോക്കാം. ജോയിൻറ്റ് പ്രൊഡക്ട്സിൻ്റെയും ബൈ പ്രൊഡക്ട്സിൻ്റെയും. ജോയിൻറ്റ് പ്രൊഡക്ട്സ് എന്ന് പ്രൊഡ്യൂസ്ഡ് ടുഗെദർ ഫ്രം ദ സെയിം റോ മെറ്റീരിയൽ ആൻഡ് പ്രോസസ്സ്. സെയിം റോ മെറ്റീരിയലും സെയിം പ്രോസസ്സിൽ നിന്നും ഒരുമിച്ചുണ്ടാകുന്ന പ്രൊഡക്റ്റുകളാണ്. ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡൻ്റലി മെയിൻ പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇൻസിഡൻ്റലി ഉണ്ടാകുന്ന പ്രൊഡക്റ്റാണ്. ജോയിൻറ്റ് പ്രൊഡക്ട്സ് ഈക്വൽ ഇമ്പോർട്ടൻസ് വാല്യൂ ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്, ലെസ്സർ വാല്യൂ കമ്പയർഡ് ടു മെയിൻ പ്രൊഡക്റ്റ്. മെയിൻ പ്രൊഡക്റ്റ് ഓഫ് ദ മാനുഫാക്ചറിംഗ് പ്രോസസ്സ്, സെക്കൻഡറി പ്രൊഡക്റ്റ് ഓഫ് ദ മിനിമൽ കൊമേഴ്ഷ്യൽ സിഗ്നിഫിക്കൻസ് ആണ്. കോസ്റ്റ് അലോക്കേറ്റഡ് ടു ജോയിൻറ്റ് പ്രൊഡക്ട്സ് ബേസ്ഡ് ഓൺ ദെയർ മാർക്കറ്റ് വാല്യൂ. ജോയിൻറ്റ് പ്രൊഡക്ട്സിൻ്റെ ബേസിലാണ് അതിൻ്റെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുക. ബൈ പ്രൊഡക്ട്സ് ആർ യൂഷ്വലി അലോക്കേറ്റഡ് മിനിമൽ കോസ്റ്റ് ഓർ ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. ഒന്നുകിൽ മിനിമൽ കോസ്റ്റിലായിരിക്കും അലോക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യപ്പെടും. ഇൻ ഡിഫറൻസ് ഇൻ കോസ്റ്റിംഗ് ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആൻഡ് ബൈ പ്രൊഡക്റ്റ്. ഇൻഡിവിസിബിൾ കോസ്റ്റ്, ജോയിൻറ്റ് കോസ്റ്റ് അഥവാ കോസ്റ്റ് ബിഫോർ പ്രൊഡക്റ്റ് ആർ സെപ്പറേറ്റഡ്. നമ്മൾ പ്രൊഡക്ട്സ് സെപ്പറേറ്റ് ചെയ്യുന്ന മുമ്പ് നമ്മൾ ജോയിൻറ്റ് കോസ്റ്റിൻ്റെ എങ്ങനെയാണ് കോസ്റ്റ് കണ്ടെത്തുന്നത്? ആർ ഡിഫിക്കൽട്ട് ടു അലോക്കേറ്റ് ബിക്കോസ് ദേ ആർ ഇൻവേർഡ് ജോയിൻ്റ്ലി ഫ്രം മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ്. നമുക്കിത് അതിൻ്റെ കോസ്റ്റ് കണ്ടെത്തുക എന്നുള്ളത് കുറച്ചുകൂടെ ഡിഫിക്കൽട്ടാണ്. കാരണം അത് ഒരുമിച്ചുള്ള ഉണ്ടായി വന്നിട്ടുള്ള മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ ഓരോന്നിൻ്റെയും കോസ്റ്റ് കാണാമെന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. The cost need to be shared across the different product in a fair and consistent manner. Arbitrary allocation എന്ന് പറഞ്ഞാൽ there is no single method allocate joint cost perfect. നമുക്കൊരു സിംഗിൾ മെത്തേഡൊന്നും ഇല്ലെന്തോ നമുക്ക് ജോയിൻറ്റ് കോസ്റ്റിൻ്റെ കോസ്റ്റ് കണ്ടെത്തുന്നതിന് വേണ്ടി പെർഫെക്റ്റായിട്ട് കണ്ടെത്താൻ അവിടെ എന്തുമില്ല, ഒരു സിംഗിൾ മെത്തേഡ് ഇല്ല. വേരിയസ് അലോക്കേഷൻ മെത്തേഡ് ആർ യൂസ്ഡ് ബട്ട് അലോക്കേഷൻ മൈറ്റ് ബി ആർബിട്രറി. ഒരുപാട് മെത്തേഡുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടെ അലോക്കേഷൻ എന്തായിരിക്കും,
ആർബിട്രറി ആണ്. Cost allocation challenges. The cost associated with the labor, material, equipment and other resources are shared between products. നമ്മുടെ കോസ്റ്റ് വന്നിരിക്കുന്ന ലേബർ, മെറ്റീരിയൽ, എക്യുപ്മെൻറ്റ്, മറ്റേ സോഴ്സുകളിൽ നമുക്ക് വന്നിരിക്കുന്ന കോസ്റ്റുകളൊക്കെ എന്ത് ചെയ്യും, ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഈക്വലായിട്ട് ഷെയർ ചെയ്യപ്പെടും. ആസ് ദീസ് കോസ്റ്റ് ആർ ഇൻക്ലൂഡ് കളക്റ്റീവ്ലി ഫോർ ജോയിൻറ്റ് പ്രൊഡക്ട്സ്. ഈ കോസ്റ്റൊക്കെ എന്തായിരിക്കും, ഈ ജോയിൻറ്റ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള കോസ്റ്റുകളായിരിക്കും. അപ്പം ഇറ്റ് ക്യാൻ ഹാർഡ് ടു ഡിറ്റർമൈൻ ഹൗ ടു അപ്പോർഷൻ ദം. എന്താണ് നമ്മൾക്ക് ഇതിനെ അപ്പോർഷൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ എന്താണ് ഡിഫിക്കൽട്ടാണ്. കാരണം ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരേ പ്രോസസ്സിലൂടെ ഒരേ മെറ്റീരിയലിലൂടെ വന്നതുകൊണ്ട് തന്നെ അതിലേക്ക് ഇതിൻ്റെ കോസ്റ്റ് അസൈൻ ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇനി മെത്തേഡ് ഓഫ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് എങ്ങനെയാണ് അപ്പോർഷൻമെൻറ്റ് ചെയ്യുന്നത്? Several methods allocate joint cost. Each method has its advantage and limitation depending on the production scenario. മാർക്കറ്റ് ഓർ സെയിൽ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത് കോസ്റ്റ് ആർ അലോക്കേറ്റഡ് ബേസ്ഡ് ഓൺ ദ റിലേറ്റീവ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ജോയിൻറ്റ് പ്രൊഡക്ട്സ് അറ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. കോസ്റ്റിൻ്റെ നമ്മുടെ മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് ജോയിൻറ്റ് പ്രൊഡക്റ്റിൻ്റെ എന്താണ് മാർക്കറ്റ് വാല്യൂ അനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യും. ഈ മെത്തേഡ് വൈഡ്ലി യൂസ്ഡ് ഇൻ സയൻറ്റിഫിക്കലി ബേസ്ഡ് ആണ്. Example, if product A has market value 16, B rupees 4 and C rupees 8, joint costs are allocated according to the relative sale value. ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ 3 പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്, എ ബി സി. അതിൽ എക്ക് മാർക്കറ്റ് വാല്യൂ 16, ബിക്ക് 4, സിക്ക് 8 ആണ്. അപ്പം ജോയിൻറ്റ് കോസ്റ്റ് എങ്ങനെയാണ് കണ്ടെത്തുക? അവരുടെ സെയിൽ വാല്യൂ അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ജോയിൻറ്റ് കോസ്റ്റ് കണ്ടെത്തുക. റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് യൂസ്ഡ് വെൻ ജോയിൻറ്റ് പ്രൊഡക്റ്റ് ആർ ഫർദർ പ്രോസസ്ഡ് ബിഫോർ ദേ സോൾഡ്. അവർ നമ്മുടെ ഈ ജോയിൻറ്റ് പ്രൊഡക്ട്സ് വിൽക്കുന്നതിന് മുമ്പ് വീണ്ടും എന്തെങ്കിലും പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടെത്തുക. ജോയിൻറ്റ് കോസ്റ്റ് ആർ അലോക്കേറ്റഡ് ബേസ്ഡ് ഓൺ ദ നെറ്റ് റിലയസബിൾ വാല്യൂ ഓഫ് ഈച്ച് പ്രൊഡക്റ്റ്. അഥവാ സെയിൽ വാല്യൂ മൈനസ് പ്രോസസ് കോസ്റ്റ്. എങ്ങനെ കാണും? സെയിൽ വാല്യൂവിൽ നിന്ന് മൈനസ് പ്രോസസ് കോസ്റ്റ് ഡിഡക്റ്റ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കും? കോസ്റ്റ് കണ്ടുപിടിക്കും. ജോയിൻറ്റ് പ്രൊഡക്ട്സിൻ്റെ കോസ്റ്റ് കണ്ടെത്തും. Example, the estimated profit and selling cost are subtracted from the sale price. The remaining amount represents the joint cost for allocation. Physical unit method. Cost are allocated based on the relative physical quantity. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് അതിൻ്റെ കോസ്റ്റ് നമ്മൾ എന്തെങ്കിലും കണക്കാക്കും. വെയിറ്റ്, വോളിയം ഓർ യൂണിറ്റ്സ്, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വെയിറ്റോ വോളിയോ യൂണിറ്റിന് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി വെച്ചിട്ട് കോസ്റ്റ് കണക്കാക്കും. സ്യൂട്ടബിൾ വെൻ ജോയിൻറ്റ് പ്രൊഡക്ട്സ് ആർ മെഷറബിൾ ഇൻ ദ സെയിം യൂണിറ്റ്. നമ്മുടെ ജോയിൻറ്റ് പ്രൊഡക്ട്സ് സെയിം ടൈപ്പ് മെഷർമെൻറ്റ് സാധിക്കുന്ന പ്രൊഡക്ട്സിനാണ് ഇത്തരത്തിലുള്ള മെത്തേഡ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ ടൺസ്, ലിറ്റേഴ്സ്. എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഫ് ലോക്കൽ മൈനിങ് കമ്പനി പ്രൊഡ്യൂസ് കോക്ക്, കോൾ, tar and benzol, cost can be allocated based on the physical unit produced like tons. ടൺസിലായിരിക്കും ഇതിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന സാധനത്തിൻ്റെ എല്ലാം ടൺസിലായിരിക്കും അതിൻ്റെ പ്രൈസ് കോസ്റ്റ് കണക്കാക്കുക. അടുത്ത ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് ആർ ഡിവൈഡ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ടു ഗെറ്റ് ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ്. ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് എങ്ങനെ കണ്ടെത്തുക? ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റിനെ ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആവറേജ് കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടെത്താം. ദിസ് സിമ്പിൾ മെത്തേഡ് ആൻഡ് അസ്യൂംഡ് ഈക്വൽ ഇമ്പോർട്ടൻസ് ഫോർ ഓൾ പ്രൊഡക്ട്സ്. ഇത് എന്താണ്? സിമ്പിൾ മെത്തേഡാണ്. അത് മാത്രമല്ല എല്ലാ ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എല്ലാ പ്രൊഡക്റ്റിനും. എക്സാമ്പിൾ, ഇഫ് 6000 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് അറ്റ് ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് റുപ്പീസ് 1,20,000, ദ ആവറേജ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് റുപ്പീസ് 2 ആയിരിക്കും. സർവേ മെത്തേഡ് എന്ന് പറയുന്നത് ദിസ് മെത്തേഡ് ബേസ്ഡ് ഓൺ ടെക്നിക്കൽ സർവേ ടു അസസ് ദ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് പ്രൊഡക്ട്സ്. ടെക്നിക്കൽ സർവേ ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡാണിത്. അത് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് പ്രൊഡക്ട്സിൻ്റെ അസസ് ചെയ്യുകയാണ്. വെയ്റ്റ് ഓർ പെർസെൻറ്റേജ് ഓഫ് അസൈൻഡ് ടു ഈച്ച് പ്രൊഡക്ട്സ് ആൻഡ് കോസ്റ്റ് ആർ അലോക്കേറ്റഡ് അക്കോർഡിംഗ്ലി. ഓരോ പ്രൊഡക്റ്റിന് വെയിറ്റിലോ അല്ലെങ്കിൽ പെർസെൻറ്റേജിലോ അസൈൻ ചെയ്തിട്ട് അതിൻ്റെ എന്ത് ചെയ്യും? കോസ്റ്റ്
അതിനനുസരിച്ച് കണ്ടെത്തും. എക്സാമ്പിൾ, ഇഫ് പ്രൊഡക്റ്റ് എ ബി സി ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ക്വാണ്ടിറ്റീസ് of 4,600 and 1,000 units. Total joint cost are apportioned based on the relative weightage assigned to each product. ഇപ്പോൾ എ ബി സി എന്നുള്ള പ്രൊഡക്ട്സ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 4,000, 600, 1,000 ആണ്. അപ്പം ഇതിന് ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ റിലേറ്റീവ് വെയിറ്റേജ് അനുസരിച്ചിട്ടായിരിക്കും. ഓരോ പ്രൊഡക്റ്റിന് അസൈൻ ചെയ്തിരിക്കുന്ന വെയിറ്റേജ് അനുസരിച്ചിട്ടായിരിക്കും. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോർഷൻ ഓഫ് ജോയിൻറ്റ് കോസ്റ്റിൻ്റെ മാർക്കറ്റ് ഓർ സെയിൽ വാല്യൂ മെത്തേഡിൽ ജോയിൻറ്റ് പ്രൊഡക്റ്റ് എ ബി സി ഡി പ്രൊഡ്യൂസ് ദ ടോട്ടൽ കോസ്റ്റ് 1,20,000. എ ബി സി ഡി പ്രൊഡക്റ്റ് എന്ത് ചെയ്തു? ജോയിൻറ്റ് കോസ്റ്റ് 1,20,000 പ്രൊഡ്യൂസ് ചെയ്തു. ഇഫ് പ്രൊഡക്റ്റ് സെൽ ₹60 എ 16 രൂപയ്ക്കും ബി 4 രൂപയ്ക്കും സി 8 രൂപയ്ക്കും ഡി 4 രൂപയ്ക്കുമാണ് അത് വിൽക്കുന്നത്. അപ്പം അതിൻ്റെ ജോയിൻറ്റ് കോസ്റ്റ് എങ്ങനെ കണ്ടെത്താം? ഫോർ പ്രൊഡക്റ്റ് എ 16 ടോട്ടൽ സെയിൽസ് പ്രൈസ്, അപ്പം എത്രയാണ്? 60,000. ഫോർ പ്രൊഡക്റ്റ് ബി റുപ്പീസ് ഡിവൈഡ് ബൈ ടോട്ടൽ സെയിൽസ് പ്രൈസ് എത്ര വരും? 15,000. അങ്ങനെ ഓരോന്നിൻ്റെയും കണ്ടെത്തുക. റിവേഴ്സ് കോസ്റ്റ് മെത്തേഡ്, ജോയിൻറ്റ് കോസ്റ്റ് ആർ അലോക്കേറ്റഡ് ആഫ്റ്റർ സബ്സ്ട്രാക്റ്റിംഗ് ഫർദർ പ്രോസസ്സിംഗ് കോസ്റ്റ്. നമ്മൾ ഫർദർ പ്രോസസ്സ് വന്നിട്ടുണ്ട്, നമ്മൾ എന്ത് സെയിൽസ് വാല്യൂവിൽ നിന്ന് ഫർദർ കോസ്റ്റ് സബ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ കോസ്റ്റ് കണ്ടെത്തുന്ന നേരത്തെ മുകളിൽ പറഞ്ഞു. അപ്പം ഇഫ് പ്രൊഡക്റ്റ് എ ഹാസ് സെയിൽ വാല്യൂ 84,000 വിത്ത് പ്രോസസ്സിംഗ് കോസ്റ്റ് 40,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് ആൻ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് 50%. ദ ജോയിൻറ്റ് കോസ്റ്റ് ആർ അപ്പോർഷൻ ബേസ്ഡ് ഓൺ ദ നെറ്റ് റിയലൈസബിൾ വാല്യൂ. ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ് ആണെങ്കിൽ ഫോർ എ കോക്ക് മാനുഫാക്ചറിംഗ് പ്ലാന്റ് ജോയിൻറ്റ് കോസ്റ്റ് ആർ അലോക്കേറ്റഡ് ബേസ്ഡ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ്ഡ്. എത്രത്തോളമാണ് അതിൻ്റെ ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തതനുസരിച്ചിട്ടായിരിക്കും കോസ്റ്റ് അലോക്കേറ്റ് ചെയ്യുക. സർവേ മെത്തേഡ്, ഇഫ് ഫാക്ടറി പ്രൊഡ്യൂസ് 4,000 യൂണിറ്റ്സ്, എ 4,000 ബി 600 1000 യൂണിറ്റ് സിയും വിത്ത് ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് എത്രയാണ്? 90,000. കോസ്റ്റ് ആർ അലോക്കേറ്റഡ് ബേസ്ഡ് ഓൺ ടെക്നിക്കൽ വെയിറ്റേജ്. ജോയിൻറ്റ് പ്രൊഡക്ട്സും ബൈ പ്രൊഡക്ട്സും നമ്മൾ മുകളിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി കോസ്റ്റിംഗ് ബൈ പ്രൊഡക്ട്സിന് എങ്ങനെയാണ് നമ്മൾ കോസ്റ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ബൈ പ്രൊഡക്ട്സ് ആർ സെക്കൻഡറി പ്രൊഡക്ട്സ്. നമ്മൾ പറഞ്ഞു ഒരു മെയിൻ പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ ഇൻസിഡൻ്റലി ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതെന്ത് പറയും? ബൈ പ്രൊഡക്ട്സ് അഥവാ സെക്കൻഡറി പ്രൊഡക്ട്സ് എന്ന് പറയും. ബൈ പ്രൊഡക്ട്സ് നമുക്ക് എന്ത് ചെയ്യുന്നെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഫർദർ പ്രോസസ്സിംഗ് ഒന്നും ഇല്ലാതെ വിൽക്കാൻ സാധിക്കും. അല്ലെങ്കിൽ അതിനെന്തെങ്കിലും അഡീഷണൽ പ്രോസസ്സിംഗ് ഉണ്ട്, അതിന് വാല്യൂ വർദ്ധിക്കുന്നതിന് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി പ്രോസസ്സിംഗ് ആവശ്യമുണ്ടെങ്കിൽ അഡീഷണൽ പ്രോസസ്സിംഗ് നടത്തും. The decision to process them further to sell them split off point is made by the comparing. The decision to process them further or sell them at the split off point is made by comparing the added cost and the expected revenue from the further processing. നമ്മുടെ ഇത് സ്പ്ലിറ്റ് ചെയ്യണോ, സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ വെച്ചിട്ട് അതിനെ ഒന്ന് ഫർദർ പ്രോസസ്സ് നൽകണോ, അല്ലെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ വെച്ചിട്ട് അത് സെല് ചെയ്യണോ എന്നുള്ളത് അത് നമ്മൾ കമ്പയർ ചെയ്ത് നമ്മുടെ കോസ്റ്റ് ആഡ് ചെയ്തിട്ട് എക്സ്പെക്റ്റഡ് റവന്യൂ എത്രത്തോളം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് അതിനനുസരിച്ചിട്ടായിരിക്കും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റ് ബൈ പ്രൊഡക്റ്റ് എന്തൊക്കെയാണ്? ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ബൈ പ്രൊഡക്റ്റ്, ഇൻസിഗ്നിഫിക്കൻറ്റ് വാല്യൂ ഓഫ് byproduct. When the value of byproduct is small or significant, it is impartial to apportion joint cost to them. നമ്മൾക്ക് നമ്മളെ പ്രൊഡക്റ്റ് ബൈപ്രൊഡക്റ്റ് വളരെ കുറഞ്ഞതും ഇൻസിഗ്നിഫിക്കൻറ്റും ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ അപ്പോർഷൻമെൻറ്റ് ചെയ്യുക എന്നുള്ളത് എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഈ കേസസിൽ എന്ത് ചെയ്യും? ഇൻകം ജനറേറ്റഡ് ഫ്രം സെല്ലിംഗ് ബൈ പ്രൊഡക്ട്സ് ഈസ് ട്രീറ്റഡ് ആസ് എ മിസ്സലേനിയസ് ഇൻകം. അപ്പം നമ്മൾ ഈ ബൈ പ്രൊഡക്റ്റ് വിറ്റിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻകത്തിന് എന്തായിട്ട് കണക്കാക്കും? മിസ്സലേനിയസ് ഇൻകം ആയിട്ടാണ് അതിനെ കണക്കാക്കുക. അതെന്ത് ചെയ്യും? ക്രെഡിറ്റ് ടു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് പ്രോസസ് അക്കൗണ്ടിലേക്ക് അതിനെന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യപ്പെടും. നമ്മൾക്ക് ഈ കിട്ടിയിരിക്കുന്ന കളക്റ്റീവ്ലി സ്മോൾ
അല്ലെങ്കിൽ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ബൈ പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പ്രൊഡക്ട്സ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അത് വിറ്റ് കിട്ടുന്ന പണം മിസ്ലേനിയസ് ഇൻകം ആയിട്ടാണ് കണക്കാക്കുക. സിഗ്നിഫിക്കൻ്റ് വാല്യൂ ഇനി ബൈ പ്രൊഡക്ട്സിന് ഫർദർ പ്രോസസ്സിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അഡീഷണൽ കോസ്റ്റ് ലൈക്ക് സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, പ്രോസസ് കോസ്റ്റ് ആർ ഡിഡക്റ്റ് ഫ്രം ദ സെയിൽസ് വാല്യൂ. നമ്മൾ സെയിൽസ് വാല്യൂന്ന് ഈ അഡീഷണൽ പ്രോസസ്സ് വന്നിട്ടുള്ള കോസ്റ്റൊക്കെ എന്ത് ചെയ്യും, ഡിഡക്റ്റ് ചെയ്യും. ഇനി സിഗ്നിഫിക്കൻ്റ് വാല്യൂ of byproduct. When the byproduct has considerable value, joint cost should be apportioned to the byproduct similar to how joint costs are assigned to joint products. നമ്മളെ കോസ്റ്റ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ നമ്മൾ ഫർദർ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യും, ബൈ പ്രൊഡക്ട്സ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യിക്കും. സെയിൽസ് വാല്യൂ എന്ത് ചെയ്യും, ബൈ പ്രൊഡക്ട്സിൻ്റെത് ക്രെഡിറ്റ് ചെയ്യും. എനി പ്രോഫിറ്റ് ഓർ ലോസ് ഫ്രം ദ ബൈ പ്രൊഡക്റ്റ് ഈസ് ട്രാൻസ്ഫർ ടു ദ കോസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോർച്ച്മെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റ് എങ്ങനെ നമ്മൾ ചെയ്യും, യൂസിങ് മെത്തേഡ് ലൈക്ക് സെയിൽസ് വാല്യൂ മെത്തേഡ്, ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ്, ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ്, സർവേ മെത്തേഡ്. നമ്മൾ മുകളിൽ ഈ മെത്തേഡൊക്കെ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണെന്നുള്ളത്. ബൈ പ്രൊഡക്റ്റ് റിക്വയർ ഫർദർ പ്രോസസ്സിംഗ്. If the byproduct require further processing, the share of joint cost has to be calculated using reserve cost method. നമ്മൾ ഇനി ബൈ പ്രൊഡക്റ്റ് നമ്മൾ മുകളിൽ പറഞ്ഞ ഫർദർ പ്രോസസ്സിങ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, റിസർവ് കോസ്റ്റ് മെത്തേഡിൽ. ഈ മെത്തേഡിലുള്ള എന്തൊക്കെയാണ്, സബ്ട്രാക്ടിങ് എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആൻഡ് പോസ്റ്റ് സ്പ്ലിറ്റ് ഓഫ് കോസ്റ്റ് ഫ്രം സെയിൽ വാല്യൂ. സെയിൽ വാല്യൂവിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന കോസ്റ്റുകളൊക്കെ കുറച്ചിട്ടാണ് ഇതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക, കോസ്റ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ, എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ്, സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, സ്പ്ലിറ്റ് ഓഫ് കോസ്റ്റ്, പോസ്റ്റ് സ്പ്ലിറ്റ് ഓഫ് കോസ്റ്റ്, ഇതൊക്കെ എന്ത് ചെയ്യും, സെയിൽസ് വാല്യൂ ഓഫ് ദ ബൈ പ്രൊഡക്റ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ കോസ്റ്റ് കണ്ടെത്തുക. സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വേർ ദ split of point is where the byproduct is separated from the main product. Split of point എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ പ്രൊഡക്റ്റ് ഏത് പോയിന്റിൽ നിന്നാണോ നമ്മുടെ മെയിൻ പ്രൊഡക്റ്റിൽ നിന്ന് ബൈ പ്രൊഡക്റ്റ് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത് അതിനെയാണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ പ്രൊഡക്ഷൻ. ആഫ്റ്റർ ദിസ് പോയിന്റ് ഡിസിഷൻ റിഗാർഡിങ് വെദർ ദ സെൽ ദ ബൈ പ്രൊഡക്റ്റ് ഓർ പ്രോസസ്. ഈ ഒരു പോയിന്റിൽ നിന്നാണ് തീരുമാനിക്കുക എന്താണ് നമ്മളത് ഡിസിഷൻ എടുക്കുക, അതിനെ അങ്ങനെ തന്നെ വിൽക്കണോ അല്ലാതെ അടുത്ത ഫർദർ പ്രോസസ്സിൽ കഴിഞ്ഞിട്ട് പിന്നീട് അതിനെ വിൽക്കണോ എന്നുള്ള തീരുമാനം ഇവിടെ എടുക്കാം. ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, കോസ്റ്റ് ബൈ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റിംഗ് ബൈ പ്രൊഡക്റ്റ്. ഇല്ലുസ്ട്രേഷൻ 1, ഡിസിഷൻ ടു ഫർദർ പ്രോസസ് ഓർ സെൽ അറ്റ് സ്പ്ലിറ്റ് ഓഫ്. ഇത് ഫർദർ പ്രോസസ്സിന് അയക്കണോ അല്ലെങ്കിൽ ആ സ്പ്ലിറ്റ് ഓഫ് നിന്ന് തന്നെ അതിന് വിൽക്കണോ എന്നുള്ളത് തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇല്ലുസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് നോക്കുക. സപ്പോസ് പ്രൊഡക്റ്റ് X ആൻഡ് Y ആർ produce of manufacturing process produced in the quantity of 280 and 80 unit respectively. എക്സും വൈയും മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഉണ്ടായിട്ടുള്ള ഒരു ബൈ പ്രൊഡക്ട്സ് ആണ്. അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 280 ആണ്. അപ്പം ദ സീലബിൾ വാല്യൂ ഓഫ് എക്സ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിൽ 100 per യൂണിറ്റും വൈൻ്റെത് 250 per യൂണിറ്റുമാണ്. ഈ ഫർദർ പ്രോസസ് ഇസ് സീലബിൾ വാല്യൂ ഇൻക്രീസ്. ഇനി ഫർദർ പ്രോസസ്സ് വരുന്നുണ്ടെങ്കിൽ സീലബിൾ അല്ല സെയിലബിൾ വാല്യൂ വരും എത്രയാണ്, എക്സിൻ്റെത് 250 ആയിട്ടും വൈൻ്റെത് 390 per യൂണിറ്റ് ആയിട്ടും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അഡീഷണൽ കോസ്റ്റ് ഫോർ ഫർദർ പ്രോസസ്സിങ് 2500 ഫോർ എക്സും വൈക്ക് 14,000 രൂപയും ഫർദർ പ്രോസസ്സ് വരുന്നുണ്ടെങ്കിൽ എക്സിന് 25,000 രൂപയും വൈക്ക് 14,000 രൂപയും വരാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഇൻക്രിമെൻ്റൽ റവന്യൂ കാണാം. എക്സിൻ്റെത് 250 മൈനസ് 100, അപ്പം ഇൻറ്റു 100 എത്രയാണ്, 36,000 ആണ്. പ്രൊഡക്റ്റ് വൈൻ്റെത് വരിക 11,200. അഡീഷണൽ കോസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ്റെത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രോസസ്സിംഗ് കോസ്റ്റ് എത്ര വരും, 25,000. പ്രൊഡക്റ്റ് വൈൻ്റെതും 40,000 ആണ് വരിക എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇൻക്രിമെൻ്റൽ പ്രോഫിറ്റോ ലോസ് കാണാൻ പ്രൊഡക്റ്റ് വൈൻ്റെത് 36,000 മൈനസ് 25,000 എത്ര കിട്ടും,
11,000 നമുക്ക് എന്താണ് പ്രോഫിറ്റാണ്. ഇനി പ്രൊഡക്റ്റ് വൈൻ്റെത് നമ്മൾ 11,200 മൈനസ് 40,000 മൈനസ് 2,800 ആണ് കിട്ടുക. അപ്പം നമുക്ക് എന്താണ് വൈൻ്റെത് ലോസ് ആണ് വരിക. അപ്പം നമുക്കിത് ഫർദർ പ്രോസസ്സ് ചെയ്യണോ വേണ്ടോ എന്നുള്ള തീരുമാനം നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. കാരണം വൈ നമ്മൾ ഫർദർ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2,800 രൂപ ലോസ് ആണ് വരിക. കാരണം എക്സ് എന്ന പ്രൊഡക്റ്റ് ഫർദർ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ 11,000 രൂപ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കും. അപ്പോൾ ഡിസിഷൻ എന്തായിരിക്കും? എക്സ് ഷുഡ് ബി ഫർദർ പ്രോസസ്ഡ്, ഇറ്റ് ഗീവ്സ് ഇൻക്രിമെൻറ്റ് പ്രോഫിറ്റ്. നമുക്ക് ഇൻക്രിമെൻറ്റ് പ്രോഫിറ്റ് തരുന്നത് വൈ എന്നാലും എന്ത് ചെയ്യണം? നമ്മൾ സ്പ്ലിറ്റ് ഓഫ് സ്റ്റേജിൽ തന്നെ അതെന്ത് ചെയ്യണം? അതിനെ വിൽക്കണം. കാരണം അതധികം ഫർദർ പ്രോസസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് ഉണ്ടാവുക. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഡീറ്റെയിൽ എക്സാമ്പിൾ ഓഫ് അപ്പോർഷനിങ് ജോയിൻറ്റ് കോസ്റ്റ്സ്. ഇല്ലുസ്ട്രേഷൻ 2 നോക്കുക. സപ്പോസ് കമ്പനി പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്റ്റ് ബി സി ഫ്രം പ്രൊഡക്റ്റ് എയിൽ നിന്നും ബിയും സിയും ഉണ്ടാവുകയാണ്. ദ ജോയിൻറ്റ് കോസ്റ്റ് അപ് ടു സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റ് 24,000 ആൻഡ് ദ പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് 6,000 കിലോ ലിറ്റേഴ്സ് ആൻഡ് ബി ഓഫ് ബി. അതുപോലെ 24,000 പ്രൊഡക്ഷനിൽ സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റ് ഈസ് ₹24,000. പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് ബീൻ്റെത് 6,000 കിലോ ലിറ്റേഴ്സും സീൻ്റെത് 4,000 കിലോ ലിറ്റേഴ്സും ആണ്. അപ്പം അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഓഫ് സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റിൽ ₹5 ഫോർ ബി, 3.75 ഫോർ സി. ആഫ്റ്റർ ഫർദർ പ്രോസസ്സിങ് പ്രൈസ് ഇൻക്രീസസ്. ഫർദർ പ്രോസസ് വരുമ്പോൾ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ട് 7,750 ആവും. അഡീഷണൽ പ്രോസസ്സിംഗ് കോസ്റ്റ് 5,000ഉം 7,500 ആണ്. അപ്പം സൊല്യൂഷൻ മുകളിൽ പറഞ്ഞ സെയിം തന്നെയാണ്. ദ ജോയിൻറ്റ് കോസ്റ്റ് ഓഫ് അപ്പോർഷൻഡ് ബേസ്ഡ് ഓൺ ദ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റീസ്. ജോയിൻറ്റ് കോസ്റ്റ് റേഷ്യോ 6,000 4,000. അപ്പോൾ അതിന് റേഷ്യോ കണ്ടെത്തുക. അപ്പോൾ 6.6:4 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് കണക്കാക്കുക. അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. Alternative method of apportionment, market value method. This joint cost allocated based on the market value of each product. ഓരോ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ എന്താണ് കോസ്റ്റ് കാണുക, അലോക്കേറ്റ് ചെയ്യുക. ഫിസിക്കൽ മെഷർമെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ ഔട്ട്പുട്ട് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ് വെയിറ്റ്, വോളിയം, യൂണിറ്റ് അനുസരിച്ചിട്ടായിരിക്കും. ഒരു ക്വസ്റ്റ്യനും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റിസർവ് കോസ്റ്റ് മെത്തേഡിൽ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് നിങ്ങളിത് കറക്റ്റ് അതിൻ്റെ ഇക്വേഷനൊക്കെ നോക്കി പഠിക്കുക. കാരണം ഇതൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്.